അപ്പോൾ രാവിലെ നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. ആർക്കാനാം ജി? സാഹിബ് ഖാൻ, നിഷ ഖാൻ. വീട് ഇവിടെ തന്നെ കേട്ടോ. ഇതാ ഇവരുടെ വീട് കേട്ടോ. ഇവിടുന്ന് കയറി വരുന്നേ കണ്ടില്ലായിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ വീഡിയോയും കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് രാവിലെ ഇവിടുത്തെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വീട് കണ്ടപ്പോഴേ എനിക്കിതൊന്ന് കാണണമെന്ന് തോന്നിയായിരുന്നു. എന്നാണ്ട് ഇങ്ങോട്ട് നോക്കിയത് ഇവിടെ എല്ലാം മെഴുകിയേക്കുക, ചാണകം ഇട്ട് മെഴുകിയേക്കുക. ചെറിയ ചായവിലൊരു സ്റ്റെപ്പ്. വീട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. വരാൻ പറഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞു തിണ്ണയൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലും ഉണ്ടായിരുന്നു. അതെ, ഇത് ഇവിടുത്തെ ഡ്രോയിങ് റൂം ആട്ടോ. നല്ല കളർഫുള്ളായിട്ട് അതിലെ പച്ച കളറ് അട്രാക്ഷനാണ്. നല്ല താങ്ക്സ്. നല്ല തണുത്ത വെള്ളം. വീട് പുറകിലോട്ടും കൂടെ ഉണ്ട്. നമുക്ക് ഇതിലേ ഇറങ്ങി പോകാനാ. പാത്രമൊക്കെ ഇടുക്കി വെച്ചേക്കുന്നത് സ്റ്റീൽ പാത്രമായിരുന്നു. നമ്മുടെ ഇവിടെ അരിയൊക്കെ ഇട്ട് വെക്കില്ലേ, അത് ചെറിയ വീടാണെങ്കിലും കണ്ടോ, എല്ലാം നല്ല കളർഫുള്ളും നല്ല അടുക്കിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കിച്ചണുണ്ട്. ഇതേ കിച്ചൺ കേട്ടോ. അതാണ് കിച്ചൺ. പക്ഷെ അടുപ്പില്ലല്ലോ. ഇവിടെ അടുപ്പില്ല, അടുപ്പ് പുറത്താ. പാത്രമൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഗ്യാസ് അടുപ്പ്, വിറകടുപ്പ് പുറത്താ. അതല്ലേ ബാക്ക് സൈഡ് ഉണ്ടോ? അതെ, ഞാൻ റോഡിൽ നിന്നപ്പോ ഇവിടെ കണ്ടതേ. അതാ അടുപ്പതാ. വേണ്ട, വെള്ളം വീഴാൻ മൂടി വെച്ചേക്കുന്നുണ്ടോ? അല്ല, വീടിന് പൊക്കം കുറവാണല്ലേ? അല്ലേ, പൊക്കം കുറവാ. ഇത് തന്നെ എല്ലാം മണ്ണ് തേച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട്. തറയിലോട്ട് നോക്കിയ തറ ഭയങ്കര. അതാ പറഞ്ഞേ, ഇത് മണ്ണ് ചാണകം മെഴുകിയിട്ട്. ചാണകമായിരിക്കും, ഇത് മണ്ണായിരിക്കും. അല്ല, ഇത് ചാണകം അതുകൊണ്ട് അത് വേറെ കളർ. ചുവന്ന മണ്ണാ. ആണോ? ചാണകമല്ല. ഞാനത് അവിടെ ചാണകം മേടിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ മണ്ണ് തേച്ചേക്കുന്നതാണ്. കുറേ കൃഷിസ്ഥലമാ. ഇത്ര ഒരു വീട് മതി പറയാണെ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ. ചായ കുടിച്ചിട്ട് പോകാം. ചായ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. ചായ വെച്ച് ഞങ്ങള് പാല് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയതായിരുന്നു. പക്ഷെ അന്നേരം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാക്കാലും ചായ തന്നെ കുടിക്കാം. ഇനിയിപ്പോ ചായ വെക്കണ്ടല്ലോ. ചായ വെക്കണ്ട. മുത്തനാണ് ചായ വേണ്ടതാണ്. മുത്ത എണീറ്റിട്ടും ഇല്ല, ചായ വേണ്ടതാണ്. ഇപ്പൊ പാല് മേടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇപ്പൊ ചായയും കുടിച്ചു. ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് 2 നിലയാ. അതെ, ഇവരെ പോയേക്കാം. പോയേക്കാം. ഇവരെവിടെ പോകാൻ തുടങ്ങിയായിരുന്നു അന്നേരം നമ്മൾ വന്നേ. ഓക്കെ, ബൈ. ഇതൊരു പഴയ വീടാ. പക്ഷെ എന്നാ പഴയ വീടാണേലും മുറ്റമെല്ലാം നല്ലപോലെ മെഴുകി എന്നാ ക്ലീൻ ആയിട്ടല്ലേ. അതെ, കുറെ പേര് വരുന്നു. മുമ്പേ കുറച്ച് പേര് പോയായിരുന്നു. എല്ലാരും പാടത്തോട്ട് പോവാ. ഇതുണ്ടോ, ഇതിങ്ങനെ പോയി കിടക്കുന്ന വീടാണേലും ഇതുണ്ടോ, അവിടെ ആള് താമസിക്കുന്ന കേട്ടോ. പുതുക്കി പണിയാനുള്ളതായിരിക്കും. എന്നാ പിന്നെ വണ്ടി എടുത്തോ, പോയേക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ലക്നാഡോണിൽ വന്നോ. എല്ലാവരും രാവിലെ പാടത്തേക്ക് പോവാ. എല്ലാവരും ഇവിടുത്തെ പശുക്കളുണ്ട്. എല്ലാം ഒരേ സൈസാ, ഒരേ ടൈപ്പാ. വലിപ്പം കുറവാ. ഒത്തിരി വണ്ടി കിടപ്പുണ്ടല്ലോ. ഇതൊരു ദാവയാണേ. ആ ഗ്രൗണ്ട് നിറച്ച് വണ്ടികളാ. ദാവയാണോ അത്? ദാവയാത്രേ. ആ ഗ്രൗണ്ട് അല്ല, ഇങ്ങോട്ട് നോക്കി എന്തോരം വണ്ടിയാന്ന് നോക്കി. കാർ വണ്ടികൾ തന്നെ, കണ്ടെയ്നർ. പക്ഷേ പാർക്കിംഗ് അതിവിശാലമാ. അതെ, ഇത് ഇവിടെ ഇറക്കിയിട്ടേക്കുന്നത്. പാടത്ത്, ഗോതമ്പ് പാടത്ത് വരെ വണ്ടി ഇറക്കിയിട്ടേക്കുക. അത് എന്നായിരിക്കും ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നത്? ഈ കാർ ഗാഡിയുടെ പുറകിലേക്ക് പിടിക്കാം.
പിന്നെ പുറകോട്ട് ഇച്ചിരി മുന്നോട്ട് കയറിപ്പോയി, അതുകൊണ്ട് ഇനി പുറകോട്ട് പൊക്കളാൻ പറഞ്ഞു. മതി 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 മതി. സെൻസർ വിടാൻ തോന്നുന്നു. അത് പതുക്കെ ഒന്ന് സെൻസ് ചെയ്യേണ്ട, അല്ലാതെ അവിടെ കൊണ്ട് നിർത്തണമെന്നൊന്നുമില്ല. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതോടെ ആ വീടിൻ്റെ മുറ്റം കണ്ടോ? അതാ നല്ലപോലെ അത് മണ്ണ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മണ്ണ് അവര് ചാണകം മെഴുകുന്ന പോലെ മെഴുകിയേക്കുന്ന. ആ പക്ഷെ ഞാൻ ആ കളർ കണ്ടപ്പോൾ ഞാൻ ഓർത്തേ അത് അതിൻ്റെ കൂടെ മുകളിൽ കൂടെ പെയിന്റ് അടിച്ചേക്കുന്നതെന്ന് ഓർത്തു. ഇല്ല, ലാൽ മിട്ടിയെ ചുവന്ന മണ്ണ്. ഞാൻ രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് അവർ ചായ കുടിച്ചത്. അപ്പോഴേ ഞങ്ങൾക്ക് 2 പേർക്ക് പല്ല് തേക്കണം. നമ്മുടെ കോ ഡ്രൈവർ എഴുന്നേറ്റിരിപ്പുണ്ട്. എവിടെയെങ്കിലും ഇടയിലുള്ള അടുത്ത് വണ്ടി ഒതുക്കണാൽ ഞങ്ങൾ പല്ല് തേക്കും. എന്നിട്ട് വല്ല നമുക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണ്ടേ? ആ ഇനിയിപ്പോൾ വല്ല വാഷ്റൂം ഒക്കെ ഉള്ളിടത്ത് വേണ്ടേ നടത്താനാ. ഗോതമ്പ് പാടം എന്താ കളർന്ന് നോക്കിയേ. ലക്നാഡോൺ 3 കിലോമീറ്റർ. ലക്നാഡോൺ ഒരു 44-ൽ നിന്ന് നമ്മൾ ലക്നാഡോണിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ലക്നാഡോൺ ചെല്ലുമ്പോൾ. അപ്പം നമ്മുടെ പൊന്നുമോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. രണ്ടും പൊന്നല്ലേ, രണ്ടും പൊന്നും മുത്തും ഞങ്ങക്ക്. അതെ, പൊന്നും പവിഴവും ഒക്കെയാ. ഏറ്റവും ഇതാണോ ചോദിക്കുന്നത്? കാന കാന ഇപ്പൊ കുക്ക് ചെയ്താലല്ലേ കുറച്ച് എമ്മേലും കഴിക്കാൻ പറ്റുള്ളൂ, അതാ ചോദിച്ചത്. ഇവിടുന്ന് NH44 ഇതിലെ ലെഫ്റ്റ് തിരിഞ്ഞു പോകും, നമ്മൾ നേരെ പോകും. ഇത് പഴയ NH7 ആയിരുന്നപ്പം നേരെ തന്നെയായിരുന്നു NH7, അതായത് ജബൽപൂരിലേക്കായിരുന്നു. NH7 ആണ് ഇപ്പോൾ NH44 ആയത്. ഈ NH7 കന്യാകുമാരി വാരണാസി ആയിരുന്നു. അപ്പം ആ 7 NH44 ആക്കി കന്യാകുമാരി ശ്രീനഗർ ആക്കി. അപ്പം ആ വഴി ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി. ഇത് നമ്മൾ വാരണാസി റൂട്ടിലേക്ക് പോകുന്നത്, ജബൽപൂർ വാരണാസി. അതെ, ഇത് NH34 ഇപ്പോഴത്തെ, ജബൽപൂർ 88, റിവ 314. ആ റിവ വഴിയാ പോകുന്നത്. ഒത്തിരി വലിയ ടൗൺ അല്ല ലക്നാഡോൺ. ഇത് ഈ സൈഡിൽ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമുക്ക് വാരണാസി പോയി വേണേലും പോവാം, പ്രയാഗ്രാജ് പോയി വേണേലും പോവാം. അപ്പം രണ്ടുകൂടെ ഒരുമിച്ച് നടക്കുകയല്ല, ഏതേലും ഒന്ന്. വാരണാസി വഴി അങ്ങ് പോവാം. പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഹൈവേന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേറെ റൂട്ടിൽ പോയി അങ്ങനെ 2 വഴിക്കും പോവാം. ആ പ്രയാഗ്രാജ് വഴിയാ നമ്മള് ലക്നൗ പോയത്. അതെ 2 വർഷമായിരുന്നു. എന്ത് രസമാണെന്ന് നോക്കിയേ ഗോതമ്പ് പാടം കാണാൻ. ആ മരത്തേലേക്ക് നോക്കിയേ, തേൻ എത്ര എണ്ണാന്ന്. നല്ല തണുത്ത കാറ്റ്. അതെ കാറ്റ് കാരണം തീയൊക്കെ അങ്ങ് പോവാ. തണുപ്പിന്റെ മനസ്സിലായില്ലേ? നേരത്തെ വരണ്ടായിരുന്നു. ഞാൻ ഈ തേങ്ങ മൊത്തം ഞാനിപ്പോ ചിരണ്ടിയതാ. ചെറുതായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. കുറെ നാളായാലും ഉപ്പുമാവ് കഴിച്ചിട്ട്. ഉപ്പുമാവ് കുറച്ച് കാലമായി ഉണ്ടാക്കിയിട്ട്. ഉപ്പുമാവ് ആയിക്കോട്ടെ. നമുക്ക് കുറച്ച് പച്ചക്കറി ഒക്കെ മേടിക്കണം കേട്ടോ. ഇതുവരെ പച്ചക്കറി മേടിച്ചില്ല ഈ ട്രിപ്പിൽ. പച്ചക്കറി അങ്ങോട്ട് പോകുമ്പോൾ മേടിക്കാം. മധ്യപ്രദേശല്ലേ, ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടും. എവിടുന്നേലും നിർത്തി മേടിക്കാം കേട്ടോ. തീ കാരണതേ തീ കാരണമല്ല, കാറ്റ് കാരണം. അതെ കാറ്റ് കാരണം തീ അങ്ങ് പോകുന്നു. ഇന്നലെ ഞാൻ കിടന്നപ്പോൾ AC ഓഫ് ചെയ്തിട്ട് കിടന്നിട്ട്, AC ഇട്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ല, ഞങ്ങൾ ഇട്ടില്ല. AC ഇട്ടേയല്ല, നല്ല അതിന്റെ ആവശ്യമില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഗ്ലാസ് കയറ്റി ഇട്ടിട്ട് നമ്മൾ 3 പേര് കിടന്നുറങ്ങിയിട്ടും AC-യുടെ ആവശ്യം വന്നില്ല. രാവിലെ ഒരു 7 മണി ആയപ്പം ഞാൻ ഏൽക്കുമ്പോഴും തണുപ്പാ. കാറ്റ് കാരണം അത് ഒഴിക്കുന്നതൊക്കെ അങ്ങ് പറഞ്ഞു. അതെ, കയ്യിലോട്ട് ഒഴിച്ച് അങ്ങ് പോയി. ഈ കാറ്റൊന്നിനും സമ്മതിക്കുകയല്ലോ. തണുപ്പ് എങ്ങനെയുണ്ട് മുത്തേ? തണുപ്പ് നന്നായിട്ട് തണുക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ. ആ വെയിലത്തോട്ട് ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. അവിടെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ പാല് കിട്ടും. ഇതൊക്കെ എപ്പോൾ പോയി അന്വേഷിച്ചു? ഞാൻ പോയി ചോദിച്ചു. വാ, പാത്രം ഇങ്ങതാ കച്ചി കൂട്ടി വെച്ചേക്കുന്നതാണ്. ഗോതമ്പിന്റെ കച്ചി ചെയ്ത്. ആരി ചെറിയൊരു കടയുണ്ട് അവിടെ. ഇപ്പോഴാണോ ഇത് ഗോതമ്പിന്റെ കച്ചിയല്ല? ഇങ്ങോട്ട് നോക്ക്. ഇതേ കച്ചിയല്ലേ? ഏതോ പയറാ. ഇത് കണ്ടോ? ഞാൻ ഓർത്ത് കച്ചിയാണ്. പയർ ഇത് എടുക്കാനുള്ളതല്ലേ? മരിച്ചെടുക്കണം. പയറാ, എന്തോ പയറാ. ഇത് ചെറുപയർ പോലെ ഇരിക്കുന്നു, പക്ഷെ ചെറുപയറല്ല. ഇത് കടല. ഇത് കൊയ്ത് കൊണ്ടിട്ടേക്കുന്നത്. ഇത് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാണോ? അതോ ഉണങ്ങാൻ ഇട്ടായിരിക്കും, പക്ഷെ കഴിഞ്ഞ ദിവസം മഴ പെയ്തു കേട്ടോ. ഇത് കറി വെക്കുന്ന കടലയാ. കറിക്കടല.
വേറെ തന്നെ ചെറിയൊരു പലചരക്കടയുണ്ട്. അതെ. പട്ടേൽ കിരാന സ്റ്റോഴ്സ്. പാല് കാച്ചി വെച്ചേക്കാണോ? അല്ല, 1 ലിറ്റർ ഇല്ല, 1/2 ലിറ്റർ തരാമെന്ന് പറഞ്ഞു. 1 ലിറ്റർ മതി. അത് മതി. ആ, അത് തന്നെ ധാരാളം. ആ, പ്ലൈവുഡ്, പ്ലൈവുഡ്, നേപ്പാൾ ചാര്, കാഠ്മണ്ഡു ചാര്. ഇതന്നെ, ഇത് കടുകാന്ന് തോന്നുന്നു അല്ലേ? ആ, ഇത് കടുക. ഇതും കൊയ്ത് കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കോ ഡ്രൈവറിന്റെ പണിയല്ലേ, പാല് മേടിക്കാൻ പോക്കൊക്കെ. കോട്ടയത്തെ അടുത്ത പരിപാടി അവിടെ തുടങ്ങിയല്ലേ. എന്തോ കുക്ക് ചെയ്യാണല്ലോ. ആ, അത് ശരി. എന്നാ കുറച്ച് പേര് വന്നായിരുന്നു ഇവിടെ. ഇപ്പൊ അവരിങ്ങനെ വന്ന് പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മ അച്ഛനാണോ അത്? ഞാൻ പറഞ്ഞ എവിടെ നിന്നാ? ഞാൻ കേരളത്തിൽ നിന്നാ. ലേഡീസ് അല്ലേ? ലേഡീസ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ കുറച്ച് പേര് വന്നില്ലേ? എങ്ങോട്ട് പോന്നെ? കിച്ചൺ അല്ലേ? എന്താ ഇനി എങ്ങോട്ടാ പോന്നേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നേപ്പാളിനാ. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ? ഞാൻ പറഞ്ഞു കേരളം. അപ്പൊ ചോദിച്ചു കേരളം ഗാവിന്റെ പേരാണോ? ഞാൻ പറഞ്ഞു അല്ല, മധ്യപ്രദേശ് സ്റ്റേറ്റാ. പിന്നെ മധ്യപ്രദേശ് സ്റ്റേറ്റ് അങ്ങനെ പറഞ്ഞു, മനസ്സിലായി അവർക്കും. പിന്നെ എന്നോട് ചോദിച്ചു അത് അച്ഛനും അമ്മയല്ലേന്ന് ചോദിച്ചു. ഓ, ഒരു സന്തോഷം കണ്ടോ? ഇവിടെ ഉള്ളവർക്ക് കറക്റ്റ് ആൾക്കാരെ കണ്ട മനസ്സിലാവും. അപ്പോഴേ ചോദിച്ചു അച്ഛനും അമ്മയല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ അതെ അതെ, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ. ഒരു തരത്തിലെ ഉപ്മാവ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെ, ഭയങ്കര കാറ്റ്. ഉപ്മാവ് എങ്ങനെയുണ്ട്? പിന്നെ എങ്ങനെ ഉണ്ടെന്ന് പറയണോ? ഞാനല്ല തേങ്ങ ചേർന്ന് തന്നെ. ഞാൻ സ്ഥിരം കഴിക്കുന്നതല്ലേ, കൊള്ളാന്ന് പറയായിരിക്കും. നശിപ്പിച്ചു. പടിക്കൊണ്ട് കല ഉടച്ചെന്ന് പറഞ്ഞാലാ. ഞാനോർത്ത് എന്നെ പുകഴ്ത്തി പറഞ്ഞായിരിക്കുമെന്ന്. അതെ, പുറകോട്ട് വരാൻ ഞാൻ തള്ളിപ്പിടിച്ചേക്കാം അവിടെ. ഇവിടെ ഒരു കൈയാൽ ഇങ്ങനെ നിൽക്കണം, ഇച്ചിരി പാടാണ്. അകത്ത് കുഴപ്പമില്ല, പുറത്ത് നിൽക്കുമ്പോഴാണ് ഭയങ്കര. നമുക്കൊരു ഇനി ഒരു ഏണി ഉണ്ടാക്കി വെക്കാം. ആരാ എടുക്കുന്നേ? രാവിലത്തെ ഡ്യൂട്ടി എനിക്കാണ്. എന്നാൽ കയറി കിടന്ന് ഉറങ്ങിക്കോ ഒന്നൂടെ. വേണ്ട, നീ ഉറങ്ങണ്ട. വേണം, ഞാൻ ഉറങ്ങാൻ കുറച്ച് നേരം. വേണ്ട വേണ്ട, ആരും ഉറങ്ങണ്ട. അപ്പൊ നമ്മുടെ കാഠ്മണ്ഡുവിലേക്കുള്ള ഫാമിലി ഇന്റർനാഷണൽ ട്രിപ്പ് ഇപ്പം മധ്യപ്രദേശിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്താണ്. ജബൽപൂരിന് ഒരു 10-75 കിലോമീറ്റർ ഉണ്ട്. രാവിലെ കാപ്പി ഉണ്ടാക്കാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോ നല്ല തണുപ്പല്ലായിരുന്നു. ഇപ്പൊ ആ തണുപ്പൊക്കെ പോയില്ലേ? വെയിൽ വന്നപ്പം തണുപ്പൊക്കെ കുറഞ്ഞു, എന്നാലും ചൂടില്ല കേട്ടോ. തണലത്ത് വയ്ക്കുമ്പോ തണുപ്പുണ്ട്. ഇനി നമ്മൾ യുപിയിൽ നാളെ വല്ലോ കയറുള്ളൂ. നമ്മളിങ്ങനെ യുപിയില് സമയമുണ്ട്. ഇനി പതുക്കെ ചെന്നാ പോരെ? ഇനി രാത്രി ഓടിയാ പെട്ടെന്ന് യുപി പോയി കയറാം. അതൊന്നും വിഷയമില്ല. രാത്രി നിന്നല്ല, കണ്ടിന്യൂസ് ഇച്ചിരി സമയം കളയാതെ അങ്ങ് പോയാല്. ഗംഗോത്രി ഡാം 1418 കിലോമീറ്റർ, ജബൽപൂർ 79 കിലോമീറ്റർ. ഈ ഗംഗോത്രി ഡാം നമ്മൾ കേദാർനാഥ്, ബദ്രീനാഥ്, ഗംഗോത്രി, യമുനോത്രി ഇല്ലേ, ആ ഗംഗോത്രി ഡാം ആണെന്നാ തോന്നുന്നത്. അതിന് തോന്നുന്നേ? അതെ അതെ, തോന്നേണ്ട കാര്യമുണ്ടോ? കണ്ടിപ്പാ അത് തന്നെ. ഇതൊരു നദിയായിരുന്നു. ആയിരുന്നു. ഇവിടെ ഒരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് ചെറിയ. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിന്റെ തുള്ളി വെള്ളം മാത്രം കിടപ്പുണ്ട്. അത്രേ ഉള്ളൂ. ഇത് മഴക്കാലത്തെ ഇവിടെ വെള്ളം കാണുള്ളൂ. ഇവിടെ എല്ലാം പാറയാട്ടോ. അതാ ഇങ്ങനെ നേരത്തെ വെയിൽ തുടങ്ങുമ്പോഴേ പുല്ലെല്ലാം കരിയും. നല്ല രസമല്ലേ ആ പൂ കാണാനാ? മറ്റേ ഈ മുരിക്കിന്റെ പൂ പോലെ ഇരിക്കുന്നു. മുരിക്കല്ല, വേറെന്തോ അത്. ഇത് വേറെയാ. പഴയ ഒരു വീട്. ഒരു വീടല്ല, അതെല്ലാം പഴയ വീട്. 2 നില വീടും ഉണ്ട്. അതുണ്ടോ? 2 നില വീട്. നല്ല രസം. ഓടിന്റെ ഡിസൈൻ കൊള്ളാം. ഇതൊക്കെ ഒത്തിരി പഴയ ഓടാ. ഇപ്പൊ അതുപോലത്തെ ഓടൊന്നും ഇല്ല. ഞാൻ എപ്പോ മധ്യപ്രദേശ് വന്നാലും ഇങ്ങനെ കരിഞ്ഞായിരിക്കുന്നു. അത് മൊത്തം വരുന്ന എല്ലാം വേനൽക്കാലത്താ, അതുകൊണ്ടാ. ഞാൻ മിക്കപ്പോഴും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആ സമയത്താ വരുന്നത്. വെറുതെ അല്ലേ കരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മെയില്. എല്ലാരും സൈക്കിളല്ല, അതുകൊണ്ട് കണ്ടോ എത്ര ലിറ്റർ? 100 ലിറ്റർ വെള്ളമാണ് പോകുന്നത്. ഇങ്ങനെയുള്ള പമ്പ് ഇങ്ങനെ വേണം പണിയാൻ. ഈ പമ്പ് ഉള്ളില്ലെങ്കിൽ അപ്പുറത്ത് ഇന്ത്യൻ ഓയിൽ ഉണ്ട്, ഇല്ല അതിന്റെ അപ്പുറത്ത് HP ഉണ്ട്. ഡ്യൂട്ടി ചേഞ്ച് ആയോ? ഡ്യൂട്ടി ചേഞ്ച് ആയി. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ദർപ്പട്ട അല്ല, ഹിന്ദിയില് ടാന്ന് എഴുതിയിരിക്കുന്നത്. ടാന്നാണല്ലോ.
ഒത്തിരി വീടുകളുണ്ട് ഉള്ളിലേക്ക്, പഴയ വീടുകൾ ഓടിട്ട്. ഇതൊരു സ്കൂളാന്ന് തോന്നുന്നു. ഇതൊക്കെ മഹുവ ട്രീ കേട്ടോ, മഹുവ ബഞ്ചാരി, ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ. ചെറിയൊരു കുളം. ഗവൺമെന്റ് ഓഫ് മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അവിടെ വനത്തിനകത്തേക്ക് പോകാൻ വഴിയുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഫോറസ്റ്റ് റിസർവ് ഉണ്ട്. അതിലേക്ക് അങ്ങോട്ടുള്ള വഴിയായിരുന്നു തോന്നുന്നു. ഈ നിൽക്കുന്ന എല്ലാം തേക്കാ. തേക്കിന്റെ എല്ലാം ഇല പൊഴിഞ്ഞു നിൽക്കുകയാണ്. ഒരില പോലും ഇല്ല, ഉണക്കല പോലും ഇല്ലെന്നുള്ളതാണ്. അല്ല, ഉണങ്ങി പോയതുണ്ട്. ഇവിടെ കണ്ടോ, ഇതുപോലെ ഈ പാറ കൂടുതലുള്ള ഏരിയ, അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനും ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സൈക്കിളിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന കണ്ടില്ലേ. പക്ഷെ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ളമുണ്ട്. ഒരു ഫേമസ് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ ജബൽപൂരിൽ. എനിക്ക് തോന്നുന്നത് ഈ കൊലകളെല്ലാം ഈ അനന്തപൂരിൽ നിന്ന് കയറി പോകുന്നതാന്ന് തോന്നുന്നു. അവിടെ ഇഷ്ടംപോലെ വാഴക്കൊലത്തോട്ടങ്ങളുണ്ട്, വാഴത്തോട്ടങ്ങളുണ്ട്. ഇത് ഈ വനത്തിലെല്ലാം തീയിട്ടെന്ന് തോന്നുന്നു. അതാ ഇതുപോലെ കരിഞ്ഞു കിടക്കുന്നത്. അതാ കരിഞ്ഞു കിടക്കുന്നത്. ഈ തീ ഇടുമ്പോഴേ എന്തോ ഒരു ചെറിയ ജീവികൾ ചത്തുപോകും. അത് തീ ഇട്ടതായിരിക്കല്ല, ആ സൈഡ് തീ പിടിച്ചായിരിക്കും. അപ്പുറ സൈഡൊന്നും ഇട്ടിട്ടില്ല. ഇത് നല്ലൊരു ചൊരവായി ഇറങ്ങി ചെല്ലുന്നേ. എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങിപ്പോട്ടെ. എത്ര പേരാന്ന് നോക്കിയേ. ലോറികളൊക്കെ പതുക്കെ നടന്ന് കയറി വരുന്നു. ഈ മരത്തിന്റെ ഇലയുടെ കളർ കണ്ടോ, നല്ല ചുവന്ന. ചുവന്ന ഇല. അത് കുറച്ച് കഴിയുമ്പോ പച്ചക്കളറാവും. ഇങ്ങോട്ട് നോക്കി, കൃഷിസ്ഥലം കണ്ടോ, എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. അവിടെ എല്ലാം ഗോതമ്പുണ്ട്. ഗോതമ്പെല്ലാം കൊയ്താന്ന് തോന്നുന്നു. കൊയ്യാറായി നിൽക്കുന്നിടം ഉണ്ട്. ഡ്രൈവർ ധീരെ ധീരെ ചലോ. പതുക്കെ എഞ്ചിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് അധികം ബ്രേക്ക് ചവിട്ടാണ്ട് സ്ലോലിയാണ് പോകുന്നത്. അങ്ങനെ പോണം. തേർഡ് ഗിയറിലല്ലേ ഇറങ്ങി പോന്നെ. ധീരെ ധീരെ ചലോ എന്ന് പറഞ്ഞാൽ ധീരമായിട്ട് പൊക്കോളാന്നല്ല കേട്ടോ. ഞാനങ്ങനെ ആദ്യം ഓർത്തോണ്ടിരുന്നത്. പോലീസുകാരൊക്കെ കാണുമ്പോഴേ, ആദ്യമായിട്ട് കാണുമ്പോ, ഓ ലേഡി ഡ്രൈവർ ധീരെ ധീരെ ചലോ, ധീരമായിട്ടാണ് നമ്മൾ ചലിക്കണേന്ന് പറഞ്ഞു. ആ വഴിക്കൂടെ നമുക്ക് പോകണ്ടേ. ഇതന്നെ പറ്റി, ആ വണ്ടി അവിടെ വന്ന് എന്തോ ബ്രേക്ക് ഡൗൺ ആയല്ലോ. കറക്റ്റ് ആ വളവിന്. വണ്ടി ഇത് ട്രെയിന് ടയറില്ല. ടയർ വേറൊരു വണ്ടിക്ക് ഒരു ലോഡായിട്ട് വരും. താഴെ ഒരു പുള്ളറാ നിർത്തിയിട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇതിലെ ഏതോ വണ്ടി താഴെ പോയതാ. അപ്പൊ ഇതിന്റെയൊക്കെ ക്രാഷ് ഗാർഡിന് എന്നാ വില ഉണ്ടെന്ന് നോക്കി. അതിനൊന്നും വലിയ വില ഒന്നുമില്ല. ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്, വണ്ടി പതുക്കെ ഇറങ്ങി പോണോന്ന് പറഞ്ഞത്. ഈ വണ്ടി ഉണ്ടോ, ലോഡും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നാ. അത് ആ ഡിവൈഡറിൽ ഇടിച്ച് എല്ലാം പറഞ്ഞു പോയി. ജോയിന്റ് പറഞ്ഞു, സ്റ്റെപ്പിനെയൊക്കെ ഇതേ പറഞ്ഞു ഇവിടെ കിടക്കുന്നു. മെയിൻ ആക്സിൽ പറഞ്ഞു പോയി. നല്ല പണിയുണ്ട് വണ്ടിക്ക്. തമിഴ്നാട് വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്പർ പ്ലേറ്റ് ഒന്നും കണ്ടില്ല. ഇവിടെ ആരെയും കാണുന്നില്ല. ഡ്രൈവർമാരെ വല്ല ഹോസ്പിറ്റലും എല്ലാം കൊണ്ടുപോയേക്കാന്ന് തോന്നുന്നു. എരിപ്പൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ടോ, വണ്ടിയുടെ ബമ്പറായിരുന്നു ഈ കിടക്കുന്നത്. ഫ്രണ്ടിലത്തെ ബമ്പറായിരുന്നു, എല്ലാം ഇടിച്ച് ചളങ്ങിപ്പോയി. വാഴക്കൊലയാ ലോഡ് കേട്ടോ. ഇത് ഇന്ന് വെളുപ്പിനെങ്ങാണ്ട് സംഭവിച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പം ഇത് വേറെ ഏതെങ്കിലും വണ്ടിയെ മാറ്റിക്കയറ്റി കൊണ്ടുപോകണം. റോബസ്റ്റ ലോഡ്, റോബസ്റ്റ കൊലയാ. ഇതിലെല്ലാം കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതിന് മുമ്പ് അപകടം ഉണ്ടായ വേറൊരു വണ്ടിയുടെ ചേസും ബോഡിയാണ്, വേറൊന്നും ഇല്ല. ടോട്ടൽ ലോസ് ആയിപ്പോയെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇടിച്ച് അത് ഭയങ്കര സ്പീഡിൽ വന്നതാണെന്ന് തോന്നുന്നു. ചേസൊക്കെ നോക്കി എങ്ങനെ കിടക്കുന്നത്. ചേസെല്ലാം മൊത്തം വളഞ്ഞു പോയി. ഇത് ആന്ധ്ര വണ്ടിയായിരുന്നു ഇത്. ഇതിൻ്റെ എഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഗിയർ ബോക്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. കൊണ്ടുപോയിട്ട് പോലും ഇല്ല. ചേസെല്ലാം ഇവിടെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ഇതൊക്കെ ഓരോ അവസ്ഥ. ടയറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. ബാക്കി ഇത് ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു. ഇവിടെ ഒരു മൈക്കിന് അനൗൺസ്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് നിന്ന് ഇറങ്ങി വരുന്നവർ കേൾക്കത്തില്ല. ഇത് ഒന്നെങ്കിൽ ഇത് വണ്ടി ബ്രേക്ക് കിട്ടാതെ ഇതുണ്ട്, അങ്ങ് ആ വളവിൽ നിന്ന് ബ്രേക്ക് കിട്ടാതെ പോകുന്ന കാണും. അങ്ങനെ സംഭവിച്ചാന്ന് തോന്നുന്നു. സവാള ലോഡാ, യു പി വണ്ടിയാണ്. ഉത്തർപ്രദേശിന് പോകുന്ന ലോഡാ സവാള. മഹാരാഷ്ട്ര നിന്നായിരിക്കും. നമ്മുടെ ഒരു ഫാമിലി മെമ്പറൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ വണ്ടി. അവർ ലോഡ് കയറ്റാൻ പോവാ. ചിക്കമംഗ്ലൂരാ വീട്.
ഇവര് വണ്ടി കണ്ടോണ്ട് ഇവിടെ നിർത്തിയത്. ഇവർ ലോഡ് കയറ്റാൻ പോകാൻ വന്നതാ. അപ്പൊ നമ്മളെ വണ്ടി നിൽക്കുന്ന കണ്ടോണ്ട് നിർത്തിയതാ. എന്നാ ഒരു ഇതല്ലേ അപകടം നോക്കി. ജോയിന്റ് ഒക്കെ കണ്ടോ, ഒടിഞ്ഞു പറഞ്ഞു പോയി. മെയിൻ ആക്സിൽ മൊത്തം പറഞ്ഞ് നല്ല സ്പീഡിലായിരിക്കും വന്നതേ. അവിടെ സ്പീഡ് ഒന്നാ ചവിട്ടി അങ്ങാണ്ട് സംഭവിച്ചാന്ന് തോന്നുന്നല്ലേ. രാവിലെയാന്ന് തോന്നുന്നു. ഇത് കർണാടക വണ്ടിയാ, ഞാൻ തമിഴ്നാട് വണ്ടിയാന്ന് ഓർത്തെ. KA വണ്ടിയാ. ഈ ഡ്രൈവർമാരൊക്കെ എന്ത് ചെയ്യണു? ഹോസ്പിറ്റലിൽ വല്ലതും പോയായിരിക്കും. അറിയത്തില്ല, ആരും ഇല്ല. കണ്ടോ ക്യാബിനൊന്നും വലിയ കുഴപ്പമില്ല, വലിയ പരിക്കൊന്നും പറ്റി കാണാൻ സാധ്യതയില്ല. വണ്ടിക്ക് നല്ലപോലെ പറ്റി. ഡീസൽ ടാങ്കൊക്കെ പൊട്ടി, ഡീസലെല്ലാം പോയിട്ടുണ്ട്. ഈ അങ്ങോട്ട് പോകുന്ന ലൈനിലാണ് വണ്ടി വന്ന് മറിഞ്ഞേക്കുന്നത്. ഒരു പോലീസുകാർ പോലും ഇല്ല ഇത്ര നേരമായിട്ട്. ഓപ്പോസിറ്റ് വേറെ വണ്ടി വരാഞ്ഞ ഭാഗ്യം. അതുമല്ല കാറുകാർ ഇവിടുന്ന് എന്നാ സ്പീഡിലാണ് വരുന്നത്. ഈ വളവ് വരുമ്പോഴേ ഈ വണ്ടി കിടക്കുന്നത് കാണുന്നത്, അന്നേരം ചവിട്ടുന്നത്. ഇത് ഇങ്ങോട്ട് അപകടം ഉണ്ടായി വന്ന സമയത്ത് ഇതിലെ വല്ല വണ്ടി വന്നാലും അപകടം ഉണ്ടായിരുന്നു. ഈ കാർ വണ്ടിയും ഇതൊന്നും വലിയ വെയിറ്റ് ഉള്ളതല്ല. അതേസമയം ഇതേ ആ സവോള വണ്ടി ഉണ്ടോ എങ്ങനെ വരുന്നത്, പതുക്കെ വരുന്നത്. അതുപോലെ വേണം ഇറങ്ങി വരാൻ പതുക്കെ. അതിനകത്ത് വെയിറ്റ് ഉണ്ട് 30 ടണ്ണ. ആ വണ്ടി മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഈ പുള്ളർ ഇവിടെ നിർത്തിയേക്കുന്നത്. എന്നാൽ ഇത്ര നീളമല്ലേ, ഇതതിലെ കയറി പോകത്തില്ല. വളവ് തിരിയാൻ പറ്റിയല്ലോ, ആ വണ്ടി മറിഞ്ഞ് കിടക്കല്ലോ ഒരു ലൈനിൽ. ഇതേ നമ്മളൊരു ഇറക്കം അകലെ കാണുമ്പോഴേ വലിയ ഇറക്കമാണ്. അതാ ഗിയർ ഡൗൺ ചെയ്ത് വലിയ ഗിയർ കൊടുത്ത് എൻജിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് പതുക്കെ ഇറങ്ങി വന്നാൽ വീല് ചൂടാകാതെ വണ്ടി ഇറങ്ങി വരും. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വെട്ടിങ്ങ് പോരും. പെട്ടെന്ന് ചവിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലോഡ് വണ്ടി ഇറക്കത്ത് കിട്ടത്തില്ല. ഇത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ചവിട്ടി വീല് ചൂടായി വന്ന് അവളെ വന്നപ്പം ബ്രേക്ക് കിട്ടാതെ പോയി കാണും. സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കഷ്ടമായി പോയി. ആ വണ്ടിക്കാരൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. കാര്യം എന്ന് വെച്ചാൽ വണ്ടിക്ക് നല്ല പണിയുണ്ട്, പഴയ വണ്ടിയുവാ. ഇൻഷുറൻസ് ഒന്നും അധികമൊന്നും കിട്ടത്തൊന്നുമില്ല. ഇനിയിപ്പം ഇവിടെ പകൽ സമയമൊക്കെ ആയതുകൊണ്ട് ആ ടയറും ഒക്കെ അങ്ങനെ കിടക്കുന്നു. ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾ കള്ളന്മാർ ഒരുക്കൊണ്ട് പോകും. വണ്ടിയിലെ ലോഡും കൊണ്ടുപോകും, ചിലപ്പം ടയറും ബാറ്ററിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. ഇപ്പോൾ അവർ 2 പേരുണ്ടായിരുന്നായിരിക്കും. അവർ വല്ല പരിക്ക് പറ്റിയോണ്ട് ഹോസ്പിറ്റലിൽ എല്ലാം പോയി കാണും. പക്ഷെ വണ്ടിയുടെ അടുത്ത് നോക്കാനൊന്നും ആളില്ലല്ലോ, എന്നാ ചെയ്യാൻ പറ്റും? കണ്ടേനെ. ചില വണ്ടിയിൽ സിംഗിൾ ഡ്രൈവർമാരും ഉണ്ട് കേട്ടോ, ഞാൻ അതും പറയാൻ പറ്റില്ല. പോലീസുകാർ പോലും വന്നിട്ടില്ല. ഇത് ഹൈവേ പോലീസാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി മരത്തണലിലിട്ടിട്ട് അവർ വെളിയിൽ ഇറങ്ങിയിരിപ്പുണ്ട് 2-3 പേര്. പിന്നെ ആ വളവിന് പോയി നിന്ന് ആ ട്രാഫിക് ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഇതൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ അപകടം ഉണ്ടാകുമ്പം ഏതത്തെ അവസ്ഥ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലൊക്കെ ആണെങ്കിൽ അന്നേരം അവിടെ ഒരു ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനുണ്ടാവും, നിയന്ത്രിക്കും. ഡ്രൈവർമാരെ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോകും. ഭയങ്കര ആയിട്ട് സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും. വേറെ ഒരു സ്റ്റേറ്റിലും അതുപോലെ ഉണ്ടാവില്ല കേട്ടോ. നല്ല പച്ചപ്പെട്ട് വിരിച്ചു പോലുള്ള ഗോതമ്പ് പാടം. ഇത്ര നേരം നമ്മൾ ഉണങ്ങിയ ഗോതമ്പായിരുന്നു കണ്ടോണ്ടിരുന്നത്, കൊയ്യാറായ ഗോതമ്പ്. അതെ. അടുത്തൊരു അപകടം, അത് കാർ വണ്ടിയായിരുന്നു. കാർ വണ്ടി പോയി ഇടിച്ച് എവിടെ കയറി ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് വേറെ ഏതോ വണ്ടിക്ക് ഇടിച്ചിട്ട് പോയതാണോ? അതിൻ്റെ പുറകിൽ ഏതോ വണ്ടി വന്ന് ഇടിച്ചാ. ആ പുറവശം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ വന്ന് ഇടിച്ചിട്ട് അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാന്ന് തോന്നുന്നു. അതിൻ്റെ പുറകിൽ ഈ വണ്ടി വന്ന് ഇടിച്ചാ. അത് നല്ല ഇടിയോ കേട്ടോ. അതിൻ്റെ ചേസും എല്ലാം പോയി, ക്യാബിനും ഇല്ല. ഈ വണ്ടി കാർ വണ്ടിയുടെ പുറകിൽ ഇടിച്ചു. എന്നിട്ട് ആ കാർ വണ്ടി അന്നേരത്തേനും ഒരു തള്ളലുണ്ടാവുമല്ലോ, അങ്ങനെ പോയി പറമ്പിലേക്ക് ഇറങ്ങിപ്പോയതാ. ചെറിയ വണ്ടിയല്ലേ ഇടിഞ്ഞൊക്കെ അത് വേറെ വണ്ടി വന്ന് മാറ്റി കയറ്റുന്നു. അത് ചക്കയൊക്കെ പകുതി ഇനിയിപ്പോൾ അത് പോവും, കേടായി പോവും. ഇനി മാറ്റി കയറ്റുമൊക്കെ ചെയ്യുമ്പോഴേ അതിന്റെ തണുപ്പെല്ലാം പോകുമല്ലോ. എന്നിട്ട് ചെല്ലുമ്പോഴത്തേനും കേടായി പോവും. ആ വണ്ടിക്കാരന് വാടകയും കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ ആ മറിഞ്ഞു കിടക്കുന്ന വണ്ടി കണ്ടില്ലേ, അത് വാഴക്കൊലയാണല്ലോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ വാടകയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു കട കണ്ടപ്പോഴേ മുത്തിന് ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ലേലും ഇച്ചിരി തൈര് മേടിക്കണമെന്ന് പറഞ്ഞു. വീടും ചെറിയൊരു കടയും. അതെ, കടയും കൂടെ. അടുപ്പുണ്ട് ഇവിടെ. അപ്പുറത്തെ ദാബേല് കിട്ടുമെന്നാ പറഞ്ഞു. ഇത് നേരത്തെ ഹോട്ടൽ വല്ലതായിരുന്നായിരിക്കും. വലിയ അടുപ്പാ. ചെറിയൊരു ചായക്കട, ചിലപ്പോൾ വൈകുന്നേരം ചായക്കട ആയിരിക്കും. 2 പേരും ബഹനാണോന്ന് ചോദിച്ചേ, ചേട്ടത്തി അനിയത്തിയാണോ? അല്ലല്ല, കടയിൽ മുട്ടയൊക്കെ എടുക്കുന്നുണ്ട്. ആളുണ്ടോ അവിടെ? ദീദിയുടെ കടയത്. ഇത്രയും ചെറിയ കട വരെ ഇപ്പം സ്കാനർ ഉണ്ട് കണ്ടോ.
അതുകൊണ്ട് പൈസ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. മുട്ട എടുത്തോണ്ട് വരണമെന്നാ ചോദിച്ചു. നമ്മൾ മുട്ട ഉണ്ടോന്ന് ചോദിച്ചായിരുന്നല്ലോ. ആ ദീദിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു 5-6. ലേക്ക് എന്നാ എടുത്തോണ്ട് പോ. അപ്പൊ അതെ, ഇതാണ് ഈ ദീദിയുടെ വീട്. 3-4 മുട്ടയേ ഉള്ളൂ. അതെ, ഒരു ഉള്ളതാട്ടല്ലേ. ദിവസം കോഴി ഒരു മുട്ട ഇടുവെള്ളെന്നാ ദീദി പറഞ്ഞേ. ഒരു കോഴിയുള്ളൂ അന്നേരം. അതുകൊണ്ടാ തനി നാടൻ മുട്ട. മുത്ത എന്നാ പറഞ്ഞെന്നറിയോ, ഇനി ഇവിടെ നിന്നിട്ട് പോവാന്ന്. ഇവിടെ നിന്നിട്ട് വന്നു. ഇനി ഇതിലെ വരുമ്പം നിൽക്കാൻ ഒരു ദിവസം ഇനി വരുമ്പോ വരാന്ന് പറഞ്ഞായിരുന്നു. വരാമെങ്കിൽ ബാദ്മേ. ഓക്കെ. കറക്റ്റ് ഓരോരുത്തർക്കും ഓരോ നാടൻ മുട്ട. അതെ, 3 എണ്ണം നമുക്ക് വേണ്ടിയിട്ട് കോഴി ഇട്ടതായിരുന്നു. നല്ല അടിപൊളി ഗോതമ്പ് പാടം. എത്ര ലോഡ് പൈപ്പാ കിടക്കുന്നത്? 1 2 3 4. അതെ, ആർട്ടിയ വഴിയാർട്ടിയ, വേറൊന്നുമല്ല. ഞാനോർത്ത് തന്നെ ഇവരെല്ലാം ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നതാണ്. ആർട്ടിയാണ്, പിരിവാണ്. ആ തൂക്കച്ചീട്ട് എടുത്തുകൊണ്ട് കാണിക്കാം. അതല്ലേ അത് കാണിച്ചാൽ മതി. ലൈസൻസ് കൊടുക്കൂ. കുഞ്ഞു പിള്ളേരൊക്കെ എങ്ങനെ ലോറി ഓടിക്കുന്നതെന്നാണ് ഓർക്കുന്നത്. അതുകൊണ്ടാ ഫയലൊക്കെ പിടിച്ചോണ്ട് കോളേജിൽ പോകുന്ന പോലെയാണല്ലോ പോകുന്നത്. ഫയലും ചോദിച്ചായിരുന്നല്ലേ? പേപ്പർ നോക്കാൻ. ഡോറടയ്ക്ക് കയറി അന്നേരം ഡോർ അടച്ചോണം. ഇല്ലെങ്കിൽ പുറകിന്ന് വരുന്ന വണ്ടിക്കാരൻ ഡോറും കൊണ്ട് പോകും. ഉള്ള വണ്ടി എല്ലാം പിടിക്കുക കേട്ടോ. നല്ല കോളാണല്ലോ ഇവർക്ക്. ഇത് തന്നെ അറിയോ, ഇത് പിക്കപ്പ് ഇത് കമ്പനിയിൽ നിന്ന് വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന, അതല്ല അവർ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്ന, അത് പിടിച്ചു. ഇത് ഈ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ടേ ഡ്രൈവർമാരെ കൊടുത്തുവിടല്ലേ കമ്പനിയിൽ നിന്ന്. ആ വണ്ടിയെ ലോഡ് കയറ്റിയേക്കാ 2 വണ്ടി. കണ്ടെയ്നറിന് 700 രൂപ പണി. ഒരു ബാഗ് ഉണ്ട്, ഇങ്ങനെ നമ്മളിങ്ങനെ ചെല്ലും. കൊച്ചിക്കടി അത് ഇത് തന്നെ കണ്ടെയ്നർ 700 കൊടുത്തു. അവിടെ ഒരു വലിയൊരു കറുത്തൊരു ബാഗ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ അതെവിടെ വെക്കും. നിറച്ച കാശാ. പിന്നെ തീർത്തിരിക്കുന്ന ബാഗ്. ഇതെന്താ ഉദ്ദേശിക്കുന്നേ? ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്നറിയാവോ? ഒരു വണ്ടിക്കാരന്റെ 700 രൂപ പറയുമ്പോ എത്ര വണ്ടി ഓടുന്നുണ്ട്? 700 അതിൽ കൂടുതൽ മേടിക്കുന്നുണ്ട്. 1000, 1500, 2000 ഒക്കെ മേടിക്കുന്നുണ്ട്. നോർമൽ എല്ലാം ഓക്കെ ആണല്ലോ ഈ 700. പിന്നെ ഓരോ വണ്ടിക്കും വ്യത്യാസമുണ്ട്. 6 വീലിന് ഒരു റേറ്റ്, 10 വീലിന് 1, 12 1, 14 1, ട്രെയിലറിന് വേറൊന്ന്, അങ്ങനെ. ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നതും മേടിച്ചോണ്ടിരുന്ന പോലെ തന്നെ ഇപ്പോഴും. അതല്ലേലും ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നപ്പോഴും ഈ വഴിയിലുണ്ട്, വഴിയിലാട്ടിയുണ്ട്. അത് നമ്മള് ഇന്നലെ ഇവിടെ രാത്രിയിലും മധ്യപ്രദേശ് ആർട്ടിയോ അവിടെ ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ടും അവിടെ ആർട്ടിയോ മേടിക്കുന്നു. അത് നമ്മള് ഇന്നാള് വന്നപ്പോഴുണ്ടായിരുന്ന അതേ ആൾക്കാരെ. ആ പിക്കപ്പുകാരുടെ കഷ്ടകാലം എന്ന് അവരാ പാടെ വണ്ടി ഓടിച്ചോണ്ട് പോയാൽ ഇത്ര പൈസ ഡ്രൈവർമാർക്ക് കിട്ടുള്ളൂ. വട്ടത്തിലുള്ള പൈസക്ക് ആയിരിക്കും ആ ലോഡ് കയറ്റിയേക്കുന്നത്. അപ്പൊ അവരെ പിടിച്ചപ്പം നല്ല പൈസ മേടിക്കാന്. ബർഗി ഡാം ഒരു ഗ്രാമമായിരുന്നു. പുത്തമ്പണ്ടിയാണല്ലോ. വാഴക്കൊല ഏതാ കയറ്റിയേക്കുന്നെന്ന് തോന്നുന്നു. നമ്മളിപ്പോ വഴി കണ്ടില്ലേ, നമ്മളിപ്പം നർമ്മദാ നദിക്ക് മുകളിൽ കൂടിയാ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഈ നർമ്മദയില. വലിയ വെള്ളച്ചാട്ടമാണോ? വലിയ വെള്ളച്ചാട്ട. മഴക്കാലത്ത് വന്നാൽ ഭയങ്കര ഭംഗിയാന്ന് പറയുന്നത്. നമ്മള് ജബൽപൂർ ടൗണിൽ കൂടെ ആണോ വന്നത്? ഓ അല്ല, ബൈപ്പാസ്. മെയിൻ ടൗണുകളിൽ ഒന്നും നമ്മൾ കയറുന്നില്ല, എല്ലാം ബൈപ്പാസാ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ടൗണിൽ കൂടെ കയറിയൊക്കെ ആയിരുന്നു പോകുന്നത്, പണ്ടത്തെ വഴികളൊക്കെ. ഇപ്പൊ എല്ലാം ബൈപ്പാസായി. അതെല്ലാം ട്രെൻഡ്. അത് കണ്ടോ താഴോട്ട് നോക്കി, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് അവര് പേർക്കിക്കൊണ്ടിരിക്കുന്ന വിറകാന്തോ. ഇവർ സ്ഥിരം ഇവിടെ താമസിക്കുന്നവരാന്ന് തോന്നുന്നില്ല, ടെന്റ് കെട്ടി താമസിക്കുന്നവരാണ്ടോ. ഭോപ്പാൽ ജബൽപൂർ ലെഫ്റ്റ്, റീവ വാരണാസിക്ക് നേരെ. മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. അതെ, ഭോപ്പാൽ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. സിറ്റി ഓഫ് ലേക്ക് എന്നാ ഭോപ്പാൽ അറിയപ്പെടുന്നത്. ഭോപ്പാലൊന്നും നമുക്ക് പോണം, ഭോപ്പാൽ ഇതുവരെ പോയില്ല. കുറെ ലേക്ക് സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഉദയ്പൂരും ലേക്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഈ പാലത്തിനടിയിൽ നിന്ന് റൈറ്റിലേക്ക് ജബൽപൂർ ടൗണും ലെഫ്റ്റിലേക്ക് പോകുന്ന വഴി ഭോപ്പാലിനും. ഇത് നേരെ ഭോപ്പാൽ.
291 കിലോമീറ്റർ ഇവിടുന്ന്. കണ്ടോ, ഇതെല്ലാം ചേരിയ. എനിക്ക് ചെറിയ ചെറിയ വീടുകൾ. അലഹബാദ് 365, റീവ 235. ഈ അലഹബാദ് എന്ന് പറയുന്ന പ്രയാഗ്രാജ. അലഹബാദ് പഴയ പേരും പുതിയ പേരാണ് പ്രയാഗ്രാജ്. അപ്പോൾ നമ്മൾ ജബൽപൂർ കഴിഞ്ഞു. ഉണ്ടോ, ബൈപ്പാസ് ഉള്ളതുകൊണ്ട് വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് ഇങ്ങ് പാസ്സായി, ടൗൺ പാസ് ചെയ്ത് പോകുന്നു. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം റീവ. ഇതുപോലൊരു വണ്ടിയാൽ ഒരു ട്രിപ്പ് പോകണം. ഇതുപോലത്തെ വണ്ടി അല്ലേ? ഈ ലുക്കുള്ള വണ്ടി. നേരത്തെ ആ മഹാരാഷ്ട്ര വണ്ടി ഉണ്ടായിരുന്ന സമയത്തായിരുന്നു, ലൈലൻഡ് ഉണ്ടായിരുന്നപ്പോഴാണ് മഹാരാഷ്ട്ര ക്യാബിനായിരുന്നു. ഓ, അന്നെ 13-14 വയസ്സുണ്ടായിരിക്കും. അന്ന് ഞാനൊക്കെ കുഞ്ഞായിരുന്നു, ലൈസൻസ് എടുക്കാനുള്ള പ്രായം. അതെ അതെ, നമ്മുടെ മെയിൻ ഡ്രൈവർ കുറച്ചു നേരമായിട്ട് ഉറക്കത്തിലാണ്. മെയിൻ ഡ്രൈവർ നല്ല ഉറക്കത്തില്ല. ഞാനും ഒരു ശാലം നേരം ഉറങ്ങട്ടെ, കിടന്നു. മറ്റൊരു 1 മണിക്കൂർ കഴിയുമ്പോഴേക്കാം. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ഏതായാലും നല്ല കട കാണുന്നിടത്ത് നിർത്തിക്കോ കേട്ടോ, മറ്റേ വിളിച്ചാ. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യത്തെ റൊട്ടി കഴിക്കാൻ പോകായിരുന്നു. ഇവിടുന്ന് തുടങ്ങുകയാണ്. അതെ അതെ. അപ്പോൾ റൊട്ടി തവാ റൊട്ടി ഗോതമ്പിൻ്റെ റൊട്ടിയാണ്. തന്തൂർ റൊട്ടിയാണ്. അതെ, തന്തൂർ റൊട്ടി. ഇത് ചന മസാല. ഇത് ആലു മട്ടറും അതിനകത്ത് കുറച്ച് തക്കാളി, ഇത് അച്ചാറ്, സവാള ഗിരി. നല്ല റൊട്ടി കേട്ടോ. അത് ഇവിടുത്തെ തന്നെ ഗോതമ്പ് മാവാ. അത് പുള്ളി പറഞ്ഞായിരുന്നു, ദേശി ആട്ടയാന്ന് പറഞ്ഞു. ദേശീയ ആട്ടാന്നാണ് പറഞ്ഞത്, ഞാൻ ദേശീയ അണ്ടാന്നു. അല്ലല്ല, ആട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ടോയ്ലറ്റ് ഇപ്പുറത്ത് നിർത്തി. അപ്പോൾ ഈ ടോയ്ലറ്റ് ഇവിടെ നല്ല അടിപൊളി ഒരു വുമൺസ് ടോയ്ലറ്റ് ഉണ്ട്. ഇത് പബ്ലിക് ഫെസിലിറ്റി ടോയ്ലറ്റ്, അത് ബന്ധാണ്. പക്ഷേ എൻ്റെ തൊട്ടിപ്പുറത്ത് പുതിയൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഇത് മോത്താര ടോൾ പ്ലാസ. ഇവിടെ സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലീൻ ടോയ്ലറ്റ്സ്. എനിക്ക് തോന്നുന്നു ഈ ടോയ്ലറ്റ് ഉള്ള ഏരിയകളെല്ലാം ആ സ്കാനറിൽ നമുക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇത് പ്രീമിയം AC ടോയ്ലറ്റ്, ബേബി കെയർ ഫെസിലിറ്റി, സാനിറ്ററി പാഡ്, വെൻഡിങ്, ചേഞ്ചിങ് റൂം ഒക്കെ ഉണ്ട്, വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഒരു AC ടോയ്ലറ്റ് ആദ്യമായിട്ടാണ് കേട്ടോ, പബ്ലിക് ടോയ്ലറ്റ്. നല്ല ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ അതല്ലേ സാനിറ്ററി പാഡിൻ്റെ വെൻഡിങ് മെഷീൻ ഉണ്ട്, സാനിറ്റൈസറുണ്ട്, AC ആണ്. ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിലും നല്ല ക്ലീനാ. അതെ, ഫുള്ള് 3 ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം നല്ല ക്ലീനാണ്. അല്ല, ഇതിനകത്ത് വേസ്റ്റ് ബിൻ എല്ലാം ഉണ്ട്, ടോയ്ലറ്റ് ടിഷ്യൂ ഉണ്ട്. കൊള്ള അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇത് ഫീഡിങ് റൂം ഏരിയ, ഇത് ഫീഡിങ് റൂമും ഡ്രസ് ചേഞ്ചിങ് ഏരിയയൊക്കെ ആയിട്ട് റൂമുണ്ട്. പിന്നെ കൈയൊക്കെ ഹാൻഡ് ഡ്രയർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, അതാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തത്. സ്റ്റാഫാണേലും നല്ല പെരുമാറ്റം കേട്ടോ. ഇവിടെ ഓൾറെഡി നോക്കാനും എല്ലാ ആളുണ്ട്. ഓരോരുത്തർ കയറി കഴിയുമ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ സാധാരണ നമ്മൾ മുമ്പേ വന്നില്ലേ, ആദ്യം വന്നപ്പം ഇന്നലെ ചേച്ചി വന്ന് ഡോറ് തുറന്നു വരുമായിരുന്നു. നല്ല പുള്ളിക്കാരി എല്ലാം നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ കയറി ചെക്ക് ചെയ്ത് ക്ലീൻ ആണോ എന്നെല്ലാം നോക്കുന്നുണ്ട്. നയേ ഭാരത് കാ സ്മാർട്ട് വാഷ്റൂം. അപ്പം ഇങ്ങനെയുള്ള നല്ല വാഷ്റൂമുകളൊക്കെ നമ്മുടെ ഹൈവേകളിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ഹൈവേയുടെ മോച്ചായ തന്നെ മാറും. അതുതന്നെയല്ല, ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ടോയ്ലറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം മാറി കിട്ടും. അപ്പോൾ ഇവിടെ പൈസയൊന്നും ഈടാക്കുന്നില്ല, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് പോയേക്കാം. കറിക്കോ, ഞാൻ ഓടിക്കാം എന്നാ കുറച്ചു നേരം. നീ രാത്രിയിൽ ഓടിക്കണ്ടേ? എന്നാ കുറച്ചു നേരം ഓടിച്ചു. ഇങ്ങനെയുള്ള ടോയ്ലറ്റുകളെ നമ്മളുടെ ഹൈവേകളിലെല്ലാം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിനും പറയാം, നമ്മളിപ്പം വാഷ്റൂമിലോട്ട് കേറുമ്പോ തന്നെയുള്ള നമുക്ക് ആ ഒരു പോസിറ്റീവ് ഒരു ഇതാണ്. നമ്മള് സ്ഥിരം കാണുന്ന അങ്ങനെ അല്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ നാഷണൽ ഹൈവേ ടോയ്ലറ്റ് ഒക്കെ ഇങ്ങനെ ആയി. അത് ഞാനിങ്ങനെ ആലോചിച്ചു, നല്ല ഒരു ഇതായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല അതിനകത്തല്ലേ? ഇത് വുമൻസ് ഓൺലിയാ. അതെന്താണെന്നറിയോ, അത് വുമൻസ് ഓൺലി എന്ന് പറയുന്നത്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്ന് രാവിലെ നമ്മളൊരു പമ്പിൽ പോയി, അപ്പം എല്ലായിടത്തും വുമൻസിന്റെ ടോയ്ലറ്റിലും മെൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ ആദ്യം ഒരു വാഷ്റൂമിൽ ഫ്രഷ് ആയില്ലേ, ഞാൻ അത് കഴിഞ്ഞ് വേറെ വാഷ്റൂമിൽ ഫ്രഷ് ആകാൻ കയറിയായിരുന്നു. അപ്പൊ അവിടെ ആണുങ്ങൾക്ക് എൻട്രി ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ടോയ്ലറ്റിന്റെ അകത്ത് കയറി, അപ്പൊ അത് നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കുന്നത്, ഒരു പോഷ് ലുക്കിലല്ലോ അത്യാവശ്യം നല്ലൊരു വാഷ്റൂം ക്ലീൻ ചെയ്തിട്ടേക്കുന്നത്. പക്ഷെ അത് മൊത്തം മുറുക്കി തുപ്പി
ഭിത്തിയിൽ നിറച്ച് അതിന്റെ സ്റ്റെയിൻ അതുപോലെ ഇരിക്കുക. അപ്പം അതിന്റെ നമ്മളാണെങ്കിലും പലതവണ ഓരോ ടോയ്ലറ്റിൽ ഇപ്പം ടോളിൽ തന്നെയാണെങ്കിലും കയറാൻ ചെല്ലുമ്പം മിക്കപ്പോഴും ഗേൾസ് ടോയ്ലറ്റിനകത്ത് ഏതെങ്കിലും ആണുങ്ങൾ ഇരിപ്പുണ്ടാവും, ഇറങ്ങി വരുന്നുണ്ടാവും. അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുള്ളൂ. അവിടെ നോക്കാൻ ആളില്ലെങ്കിൽ എല്ലായിടത്തും പോയി കയറും. അത് എല്ലാവർക്കും ആവശ്യമാണ്. ചിലപ്പോ ഇപ്പുറത്തെ ആളുള്ളതുകൊണ്ട് ഇപ്പുറത്ത് കയറുന്നതുമായിരിക്കാം. അതൊക്കെ ഓക്കെ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് വുമൻസുള്ള ആളെയും വെച്ചിട്ടുണ്ട്. ജെന്റ്സിനോട് ഇങ്ങനെ ടോയ്ലറ്റ് അപ്പുറത്ത് വന്നാൽ നല്ലതാ. അല്ല അത് പണി നടക്കാന്ന് പറഞ്ഞു. പണി നടക്കുന്നു. പുതിയതായിട്ട് തുടങ്ങിയതുള്ളൂ. അത് ഞാൻ ചോദിച്ചു. 3 മാസം ആയതേ ഉള്ളൂ. വേറെ ഏതോ കമ്പനി അത് കമ്പനി വൈസ് ചെയ്തും കണ്ടുള്ള. ആരാണേലും വേണ്ടല്ലോ, നീറ്റായിട്ട് കിടന്നാൽ മതി. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല നീറ്റായിട്ട് ഇട്ടേക്കുന്നത് അത് മതിയില്ലേ. AC എന്നൊക്കെ പറയുമ്പോഴേ AC ടോയ്ലറ്റ് അത് കൊള്ളാം. അതൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മള് ക്ലീൻ ടോയ്ലറ്റ് വെക്കുമ്പോഴേക്കും പക്ഷേ AC ടോയ്ലറ്റ് അധികം കാണാൻ കിട്ടില്ല. റീവ 189, മൈഹർ 120, കട്നി 55. ട്രെയിലർ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? ഇവിടുന്ന് ഇറങ്ങി പോയതാ. അതുകൊണ്ടോ എനിക്ക് അപ്പുറത്തെ റോഡിൽ ചെന്നു. തല റോഡിൽ ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം താഴെ കുഴിയിലും ഇരിപ്പുണ്ട്. ഒന്നും പറ്റിയില്ല വണ്ടിക്ക്. അവിടെ ചെളിയിൽ താന്നു പോയതേ ഉള്ളൂ. അപ്പം അമ്മ വണ്ടി ഓടിക്കുന്നു. അച്ഛ കിടന്ന് നല്ല ഉറക്കം. തന്നോട് ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞല്ലേ. ഞാൻ ഉറങ്ങട്ടെ നിർത്താം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഉറങ്ങാന്ന് വെച്ചു. നേരെ റിവ ടൗണാണ്. റിവ ബൈപ്പാസ് വഴി നമ്മൾ വന്നു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ടൗണിലേക്ക് നോ എൻട്രിയാ ട്രക്കിന്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? നല്ല ഉറക്കമായിരുന്നു കേട്ടോ. 2-3 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി. ആരാ ഓടിച്ചത്? അതെ. ഇപ്പോൾ സമയം 1 മണിയായി. ഞങ്ങളിവിടെ ഒരു പമ്പിൽ കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി. നല്ല തണുപ്പുമുണ്ട്. ടെമ്പറേച്ചർ ഇപ്പോൾ 18 ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡു യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.